Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഹാൻജി ടീം ഇവരാണെങ്കിൽ ആ പൊട്ടിത്തെറി കേട്ട ഭാഗത്തേക്ക് ഓടി വരികയാണ്. ഹാൻജി അവരെല്ലാവരും ഒരു കാഴ്ച കണ്ട് ഞെട്ടും. ലീവായി അവന്റെ ബോഡിയൊക്കെ തകർന്ന് ഒരു ഭാഗത്ത് അങ്ങനെ കിടക്കുകയാണ്. ഹാൻജിക്കാണെങ്കിൽ അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. ഇത്രയും മോശം അവസ്ഥയിൽ അവള് ലീവായി കണ്ടിട്ടില്ല. വിരലുകളും ബോഡി പാർട്ടുകളെല്ലാം തകർന്ന് കിടക്കുകയാണ്. അവന്റെ തൊട്ടടുത്തായിട്ട് മറ്റൊരു ടൈറ്റിനെ കാണാം. അതിന്റെ വയറ്റിൽ നിന്ന് വെള്ള കളറിൽ പുക ഉയരാനായിട്ട് തുടങ്ങും. ആക്ച്വലി ആ ഒരു ടൈറ്റനാണ് ജെയ്ക്കിനെ അതിന്റെ വയറ്റിലേക്കാക്കി അവൻ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ആ ഒരു ചെമ്പന്തലേനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ദൈവയുടെ ഈ ഒരു അവസ്ഥ കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്. ഇപ്പൊ നമ്മൾ ചെയ്യാതെ തന്നെ അത് സംഭവിച്ചിരിക്കുകയാണ്. എന്തായാലും കുഴപ്പമില്ല, ഒരു ബുള്ളറ്റ് കൂടെ അവന്റെ തലയിൽ ഇറക്കാന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ ലീവായിക്ക് നേരെ ഗൺ പോയിന്റ് ചെയ്യാണ്. പിന്നെ ഹാൻജി ആണെങ്കിൽ അവനെ താങ്ങിയെടുക്കും. ഇവൻ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. അവന്റെ ബോഡിയിൽ സ്പിയറുകളൊക്കെ കുത്തി ഇറങ്ങിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ. ഇനിയും അവനെ ബുള്ളറ്റ് വെച്ച് ഡൈവ് ചെയ്ത് കൂടുതലായിട്ട് ഹേർട്ട് ചെയ്യരുതെന്ന് പറയും. ആ ചെമ്പന്തലേനാണെങ്കിൽ എന്തോ ഒരു സംശയം തോന്നി അവനെ ഒന്ന് കാണിക്കാനായിട്ട് അവളോട് പറയും. അതേസമയം തന്നെ അടുത്തുണ്ടായിരുന്ന ആ ടൈറ്റൻ ഇപ്പോ ഹീറ്റ് അബ്സോർബ് ചെയ്തെടുക്കുന്നതായിട്ട് അവർ ശ്രദ്ധിക്കും. ടൈറ്റൻ എന്തോ കുഴപ്പമുണ്ട്, അത് ഹീറ്റ് അബ്സോർബ് ചെയ്യാണെന്ന് ചുറ്റുമുള്ളവർ പറയും. അതുകൊണ്ട് ഹാൻജി പറയും അത് ചത്തുപോയ ടൈറ്റൻ ആണെങ്കിൽ ഹീറ്റ് പുറത്തേക്ക് ഇജക്ട് ചെയ്ത് അത് ഇതിനോടകം ഇല്ലാതായേനെ. അതിപ്പോ ഹീറ്റ് അബ്സോർബ് ചെയ്യാണ്, അതിനെന്തോ ഒരു പ്രശ്നമുണ്ട്, അതിന് ജീവനുണ്ടെന്ന് പറയും. ഉടനെ എല്ലാവരും ആ ടൈറ്റൻ നേരെ ഗൺ പോയിന്റ് ചെയ്യും. അടുത്ത നിമിഷം തന്നെ ആ ഒരു ടൈറ്റൻ പൂർണ്ണമായിട്ട് ഇല്ലാതായി. അതിനുള്ളിൽ നിന്ന് സീക്കാണെങ്കിൽ പുറത്തേക്കൊന്ന് വീഴുകയാണ്. അവരെല്ലാവരും ഷോക്കാവും. ഹാൻജി ആണെങ്കിൽ ഡബിൾ ഷോക്കാവും. ഇവൻ ഇതുവരെ പിടിച്ചില്ലേ എന്ന് ചിന്തിച്ച് അവനാണെങ്കിൽ ചാടി എഴുന്നേറ്റ് അടുത്തുണ്ടായിരുന്ന ഒരു കുളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. അതുകൊണ്ട് ആ ചെമ്പമുടിയനാണെങ്കിൽ ഇപ്പോ അവളെ പിടിക്കാനായിട്ട് പറയും. ഇവിടെ സീക്കിനാണെങ്കിൽ തനിക്ക് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവില്ല. ചെമ്പന്തലേനാണെങ്കിൽ എന്തു പറ്റിയെന്ന് ചോദിക്കും. അതിന് അദ്ദേഹം പറയും, ഞാൻ മറ്റേതോ ഒരു വേൾഡിൽ പെട്ടുപോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഒരു പെൺകുട്ടി മണ്ണുകൊണ്ട് ഈ നഷ്ടപ്പെട്ടു പോയ എന്റെ ബോഡി പാർട്സ് അത് റീക്രിയേറ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി. അത് 1-2 ദിവസമല്ല, ഒരുപാട് വർഷക്കാലം എനിക്ക് ഫീൽ ചെയ്തു. പിന്നീട് ഇൻസ്റ്റന്റ് ആയിട്ട് ഞാനിപ്പോ ഇവിടേക്ക് വന്നു. എല്ലാവരും അദ്ദേഹം പറയുന്ന കഥ അതങ്ങനെ കൗതുകത്തോടു കൂടെ കേട്ട് നിൽക്കും. ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല, നമുക്ക് എത്രയും വേഗം ഇവിടെ നിന്ന് പോകണം. നമ്മളെ തടയാനുള്ള ലീവായി അടക്കം ബാക്കിയുണ്ടായിരുന്ന എല്ലാ സോൾജേഴ്സും മരിച്ചു കഴിഞ്ഞു എന്ന് പറയും. ഇവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇവിടെ എറിനെ കാണിക്കും. അവനാണെങ്കിൽ ഇപ്പൊ പൂർണ്ണമായിട്ടും ടൈറ്റനായി മാറിയിരിക്കുകയാണ്. അവന്റെ രൂപം കണ്ട് എല്ലാവരും ഭയപ്പെട്ട് നാനാ ഭാഗത്തേക്ക് ഓടും. ഇവിടെ ജയിലിലുള്ളവരാണെങ്കിൽ മുകളിൽ നടക്കുന്ന ശബ്ദമൊക്കെ കേട്ട് ഭയപ്പെടാനായിട്ട് തുടങ്ങും. അതേസമയം മുകളിൽ എയർഷിപ്പിലുള്ളവര് ഇപ്പൊ കറക്റ്റായിട്ട് നമ്മുടെ എറിനെ കണ്ടിരിക്കുകയാണ്. ഇവിടെ ജോ ടൈറ്റനും നമ്മുടെ എറിനും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ എയർഷിപ്പിൽ നിന്ന് സോൾജേഴ്സ് ആണെങ്കിൽ താഴേക്ക് വരികയാണ്. ആ സമയം അറ്റാക്ക് ടൈറ്റൻ ആണെങ്കിൽ അവിടേക്ക് വന്ന് ജോ ടൈറ്റനുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. പേക്കാണെങ്കിൽ ഞൊട്ടിയടയിൽ ടൈറ്റനായി മാറി ഗ്യാബിയെ അവളുടെ വായിൽ ഒളിപ്പിച്ച് അവിടുന്ന് പോവും. എറിനാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാവും, ഇപ്പോ മാർലിയൻസ് തിരികെ അവരെ അറ്റാക്ക് ചെയ്യാൻ ആരംഭിച്ചുവെന്ന്. എന്നെയാണെങ്കിൽ ഇപ്പൊ എറിനോട് വിളിച്ചു പറയും, നിന്റെ വാൾഹാമർ ടൈറ്റന്റെ പവർ അതുപയോഗിച്ച് നിനക്കിപ്പോ അണ്ടർഗ്രൗണ്ടിലൂടെ രക്ഷപ്പെട്ടു പോകാൻ കഴിയും. ഈ ഒരു അവസ്ഥയിൽ ഫൈറ്റ് ചെയ്താൽ അത് വലിയ കുഴപ്പമുണ്ടാവും. പക്ഷെ എറിനാണെങ്കിൽ അവൾ പറയുന്ന ഒന്നും കേൾക്കാതെ അങ്ങനെ മാസായിട്ട് നടക്കുകയാണ്. ആരവന്റെ മുൻപിൽ വന്നാലും അവരെ തല്ലി കൊല്ലുമെന്ന രീതിയിൽ. ആ സമയം റെയ്നർ ആണെങ്കിൽ പതിയെ പാരച്യൂട്ടിൽ താഴേക്ക് ഇറങ്ങി ഇപ്പൊ ടൈറ്റനായി മാറാൻ തുടങ്ങും. കാര്യങ്ങളെല്ലാം കണ്ട എലനെയാണെങ്കിൽ അസിസ്റ്റൻസിനോട് പറയും, എറിൻ ഇപ്പൊ നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല. എറിൻ ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള മാനസികാവസ്ഥയിലല്ല. എത്രയും വേഗം എറിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയും. അവരെല്ലാവരും എറിന്റെ അടുത്തേക്ക് ഓടും. ഇവിടെ എറിനാണെങ്കിൽ ചാടി വന്ന് റെയ്നറിനെ പുറഞ്ച ഇട്ടിക്കുകയാണ്. അതേസമയം ഗ്യാബി ആണെങ്കിൽ ഇപ്പോ റെയ്നറിനെ തന്നെ നോക്കും. ആ സമയം ഗ്യാബിയെ അവൾ മകത്തിന്റെ അടുത്ത് ഏൽപ്പിക്കും. മകത്ത് ദേഷ്യപ്പെടും, എന്തുകൊണ്ടാണ് ഞങ്ങളോടൊരു വാക്ക് പോലും പറയാതെ ഇവിടേക്ക് ഇറങ്ങി പുറപ്പെട്ടത്? നീ ചെയ്തത് വലിയ തെറ്റാണെന്ന് പറയും. മറ്റൊരാളാണെങ്കിൽ ഇപ്പൊ ഫാൽക്കോയെ അന്വേഷിക്കും. അവള് പറയും അവനിപ്പോഴും അവരുടെ പിടിയിൽ ആ സെല്ലിൽ തന്നെയാണ്. ഇവിടെ മകത്താണെങ്കിൽ റെയ്നറാണ് ഞങ്ങളെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്തിയത്, അതുകൊണ്ടാണ് ഇവിടേക്ക് വരാൻ ഇത്രയും സമയം എടുത്തത്. അബിയാണെങ്കിൽ അവളോട് സീക്ക് പറഞ്ഞ കാര്യം ഇപ്പോ മകത്തിനോട് പറയുകയാണ്. നോർമൽ ടൈറ്റൻ പവറുള്ള ഒരു റോയൽ ബ്ലഡും അതുപോലെ തന്നെ ഫൗണ്ടൈൻ ടൈറ്റൻ പവറുള്ള ഒരാളും അവർ രണ്ടുപേരും പരസ്പരം ചേരുകയാണെങ്കിൽ ഉറപ്പായാലും ആ ഒരു പവർ പുറത്തേക്ക് വരും. ആണെങ്കിൽ ഇപ്പൊ അവിടെ ഇല്ല. സീക്ക് ഒരു റോയൽ ബ്ലഡിലുള്ള ആളാണ്. സോ സീക്ക് എറിനെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫൗണ്ടൈൻ ടൈറ്റന്റെ പവർ അത് വർക്കൗട്ട് ആവും. സോ ഒരു കാരണവശാലും അവർ രണ്ടുപേരെയും പരസ്പരം കണക്ട് ചെയ്യിക്കാൻ പാടില്ല എന്ന് അവൾ പറയും. അത് കേട്ട് അവരാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യും. അകത്താണെങ്കിൽ വിളിച്ചു പറയും, ആ ഫൗണ്ടൈൻ ടൈറ്റനെ ഒരു കാരണവശാലും നശിപ്പിക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും ആ ഒരു ഫൗണ്ടൈൻ ടൈറ്റന്റെ പവർ നമ്മൾ പിടിച്ചെടുത്ത് വർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു വാറ് അത് നമ്മൾ അവസാനിപ്പിക്കണമെന്ന് ആള് പറയും. എറിനുമാണെങ്കിൽ ഇവിടെ പൊരിഞ്ഞ പോരാട്ടം. റെയ്നറിന്റെ ഓരോ അറ്റാക്കും എറിനാണെങ്കിൽ ഹോർണിംഗ് പവർ ഉപയോഗിച്ച് ബ്ലോക്ക് ചെയ്ത് അവനെ തിരികെ പഞ്ച് ചെയ്യാൻ. ആ ഗ്യാപ്പിൽ ജോ ടൈറ്റൻ ആണെങ്കിൽ കാര്യമായിട്ട് പ്ലാൻ ചെയ്യും, ഇത് പറ്റിയൊരു ഗ്യാപ്പാണ്, എത്രയും വേഗം പുറകിലൂടെ പോയി എറിന്റെ കഴുത്ത് വെട്ടണം എന്നാണെങ്കിൽ അവന്റെ മൂവ്മെന്റ് മനസ്സിലാക്കി ഇപ്പൊ സ്പിയർ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അവനെ ആഞ്ഞടിക്കുകയാണ്. വാൾഹാമർ ടൈറ്റന്റെ പവർ ഉപയോഗിച്ചാണ് എറിനിപ്പോ അവനെ അറ്റാക്ക് ചെയ്തത്.
പിന്നെ റെയ്നർ ആണെങ്കിൽ എറിനെ പിടിച്ചു വലിച്ച് അവൻ എങ്ങനെയെങ്കിലും പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. ആ സമയം ജോ ടൈറ്റൻ ആണെങ്കിൽ അവനെ കടിക്കാനായിട്ട് ഓടി വരും. നിമിഷം വാൾഹാമർ ടൈറ്റന്റെ പവർ ഉപയോഗിച്ച് അവനെങ്ങനെ ഉയർത്തുകയാണ്. ആ സമയത്ത് എറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവന്റെ ആൾക്കാരും അവിടേക്ക് എത്തും. അവരാണെങ്കിൽ തണ്ടർ സ്പിയർ ഉപയോഗിച്ച് അവരെ അറ്റാക്ക് ചെയ്യുകയാണ്. ആ സമയം എറിന്റെ തലയിലേക്ക് ഒരു ബുള്ളറ്റ് വന്ന് ആഞ്ഞടിക്കുകയാണ്. ഇത് ചെയ്തത് ആ കോർ ടൈറ്റനാണ്. അവന്റെ പുറകിൽ കെട്ടിവെച്ച ആ ഒരു വലിയ പീരങ്കി ഉപയോഗിച്ചാണ് അവനെ അറ്റാക്ക് ചെയ്തത്. ആ അറ്റാക്കിന്റെ ശക്തിയിൽ എറിനും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരും ദൂരേക്ക് തെറിച്ചു പോകും. വാൾഹാമർ ടൈറ്റന്റെ മുകളിലുള്ള ആ ഒരു പീരങ്കി, അതാണ് പീരങ്കികളിൽ വെച്ച് ഏറ്റവും ശക്തവും പവർഫുൾ ആയിട്ടുള്ള ഒരു പീരങ്കി. അതുപയോഗിച്ചാണ് ഇപ്പൊ എറിനെ അവർ അറ്റാക്ക് ചെയ്തത്. പോർക്കോയും റെയ്നറും ആണെങ്കിൽ അവര് ലോക്കായി കിടക്കുന്ന ആ ഒരു സ്പിയറിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആൾക്കാരാണെങ്കിൽ അതുകൊണ്ട് അവർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന അതേസമയം പാരച്യൂട്ടിൽ താഴേക്ക് വന്നിറങ്ങിയ സോൾജിയേഴ്സ് ആണെങ്കിൽ ഇപ്പൊ നിർത്താതെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ഇതിന്റെ ആൾക്കാരാണെങ്കിൽ ആ കാഴ്ചയൊക്കെ കണ്ട് കൂടുതൽ ഭയപ്പെടുകയാണ്. പ്രത്യേകിച്ച് എലന. അവരാണെങ്കിൽ മാർലിയൻസിനെ അറ്റാക്ക് ചെയ്ത് 1 മാസത്തിനുള്ളിൽ തന്നെ അവരിപ്പോ തിരികെ വന്ന് അവനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ പോവാണെങ്കിൽ അവർ എറിന്റെ ഉള്ളിലുള്ള ആ ഒരു ടൈറ്റന്റെ പവർ എടുക്കും. എന്നെയാണെങ്കിൽ എറിനെ നോക്കും. നിന്റെ ഉള്ളിലെ യഥാർത്ഥ പവർ അതെന്താണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള സമയം അത് വന്നിരിക്കുകയാണ്. അവരെ വെറുതെ വിടരുത്. എറിനാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത ഒരു പീരങ്കി ബുള്ളറ്റൂടെ അവന്റെ ദേഹത്ത് ആഞ്ഞടിക്കുകയാണ്. മകത്തിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. നിനക്കിനി ജീവിക്കാനായിട്ട് കഴിയില്ല, നിന്റെ ആ പവർ അത് ഞങ്ങൾ എടുക്കാൻ പോവാണ്. ഇവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ആ ബ്ലാക്ക് മാൻ ആണെങ്കിൽ സെല്ലിന്റെ അടുത്തേക്ക് വരികയാണ് ആ കീയുമായിട്ട്. സെല്ലിനകത്തുള്ളവരാണെങ്കിൽ ഇപ്പോൾ അവനോട് ചോദിക്കും എന്താ നടക്കണേ. അതിനവൻ പറയും ആ മാർലിയൻസ് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞു, എറിനെ ടീമിനെ അറ്റാക്ക് ചെയ്യുകയാണ്. എറിൻ ഓൾമോസ്റ്റ് ഇപ്പൊ തോൽവിയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. അത് കേട്ട് അവരെല്ലാവരും ഞെട്ടും. ആ മാർലിയൻസിന്റെ ലക്ഷ്യം എറിന്റെ ബോഡിയിലുള്ള ഫൗണ്ടൈൻ ടൈറ്റനെയാണ്. അത് നഷ്ടപ്പെട്ട പിന്നെ മാർലിയൻസ് ഈ ലോകത്തെ വെറുതെ വിടില്ല. അവർ ലോകത്തെ അവരുടെ കാൽക്കീഴിൽ കൊണ്ടുവരും. നിങ്ങൾക്ക് മാത്രമേ എറിനെ സഹായിക്കാനും എങ്ങനെയെങ്കിലും ആ ഒരു വില്ലന്മാരെ തുരത്തി ഓടിക്കാനും കഴിയുമെന്ന് പറഞ്ഞ് ബ്ലാക്ക് മാൻ ആണെങ്കിൽ ഇപ്പൊ ആ ഒരു സെല്ല് അത് ഓപ്പൺ ചെയ്ത് വിടുകയാണ്. സെല്ല് തുറക്കേണ്ട താമസം അവനാണെങ്കിൽ ചാടി വന്ന് ആ ബ്ലാക്ക് മാന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. ഇപ്പൊ നീ ഞങ്ങളോട് സഹായം അഭ്യർത്ഥിക്കുകയാണോ? ഇത്രയും കാലവും ഞങ്ങളോടൊപ്പം നിന്ന് നീ ഞങ്ങളെ ചീറ്റ് ചെയ്തു. എറിൻ അവനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫ്യൂച്ചർ എന്നൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് ആർക്കും തന്നെ കുട്ടികൾ ഉണ്ടാവില്ല. ആണെങ്കിൽ ഇപ്പൊ കോണി പിടിച്ച് മാറ്റുകയാണ്. നീ വെറുതെ അവനെ അറ്റാക്ക് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയും. ബ്ലാക്ക് മാൻ ആണെങ്കിൽ അവരോട് പറയും സത്യത്തിൽ എറിനെ ടീമിന്റെ പല പ്ലാനുകളും എനിക്കറിയില്ലായിരുന്നു. ഫ്യൂച്ചറിൽ ഇപ്രകാരം ദയാവധം നടത്താൻ പോകുന്ന കാര്യം സത്യമായിട്ടും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ പ്രത്യേകിച്ചൊന്നും പറയാതിരുന്നത്. മാർലിയൻസിനെ തകർക്കണം, എൽഡിയൻസിന് ഒരു ഫ്യൂച്ചർ ഉണ്ടാവണം, അത് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. ദയവ് ചെയ്ത് എന്നെ അവിശ്വസിക്കരുതെന്ന് പറഞ്ഞു. ആണെങ്കിൽ ഇപ്പോൾ അവരുടെ കാൽക്കൽ വീഴുകയാണ്. അത് കേട്ട് അർമിൻ പറയും ഞാൻ ഇവനെ വിശ്വസിക്കുകയാണ്. അർമിനും ജീനും അവർ രണ്ടുപേരും ഇപ്പോൾ ബ്ലാക്ക് മാനെ വിശ്വസിക്കുകയാണ്. പക്ഷെ കോണി ആണെങ്കിൽ കൺഫ്യൂസ്ഡ് ആണ്. ആ ഒരു നമ്മളിപ്പോൾ എറിനെ ഹെൽപ്പ് ചെയ്ത് അവനും സീക്കും ഒന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാൻ പോകുന്നത് വലിയൊരു പ്രശ്നമാണ്. സോ അതിലേക്ക് ഒരിക്കലും നമ്മൾ നയിക്കാൻ പാടില്ല. അതിന് ബാക്കിയുള്ളവരും അത് നമ്മൾ അനുവദിക്കില്ല എന്ന് പറയും. ബ്ലാക്ക് മാൻ ആണെങ്കിൽ വിളിച്ചു പറയും ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയെങ്കിലും എറിനെയും അവന്റെ ഫൗണ്ടൈൻ ടൈറ്റനെയും അവർ രണ്ടുപേരെയും പ്രൊട്ടക്ട് ചെയ്യുക എന്നതാണ്. ആർമിനാണെങ്കിൽ മിക്കാസിനോട് ചോദിക്കും നമ്മൾ എന്താ ചെയ്യേണ്ടത്, എറിനെ ഹെൽപ്പ് ചെയ്യണോ? അതിനവളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവനെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറയും. ആർമിനാണെങ്കിൽ അവരോട് എല്ലാവരോടും പറയും എനിക്ക് തോന്നുന്നത് എറിന്റെ പ്ലാൻ മറ്റൊന്നാണെന്നാണ്. സത്യത്തിൽ വേറെ വഴിയില്ലാതെയാണ് അവരുടെ ആ ഒരു പ്ലാനോടൊപ്പം എറിൻ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫൗണ്ടൈൻ ടൈറ്റന്റെ ആ ഒരു പവർ ഉപയോഗിക്കണമെങ്കിൽ അവന് സീക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് എലനെയും സീക്കും ഇങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞപ്പോ അവനെ കൊണ്ട് അത് ഉപേക്ഷിക്കാൻ കഴിയാഞ്ഞതും. രണ്ടുപേരും ഇപ്പൊ ഒന്നായാൽ മാത്രമേ ആ ട്രംബ്ലിംഗ് പവർ അത് വർക്കൗട്ടായി ഈ ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തി നമ്മുടെ ഐലാൻഡിനെ ഒരുപാട് വർഷക്കാലം പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയൂ. ഇത് കേട്ട് എല്ലാവരും ഒരു സെക്കൻഡ് ഷോക്ക് ആവുകയാണ്. കട്ട് ചെയ്ത ഇവിടെ റെയ്നർ ആണെങ്കിൽ അറഞ്ചം പുറഞ്ചം എറിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.